അങ്ങനെ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിട്ട് ഇന്നേക്ക് 7 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് 4 താരങ്ങൾ പോയി. നിലവിൽ ഒരു സൈനിങ് പോലും ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടില്ല. അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഔട്ട് ഗോയിങ് എന്ന് പറയുന്നത് രാഹുൽ KPയുടെ ആണ്. 5 കൊല്ലമായിട്ട് ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്ന താരം. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 89 മത്സരങ്ങളിൽ നിന്ന് 5 അസിസ്റ്റും 9 ഗോളുകളും നേടിയ താരം. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഫൈനലിൽ ഗോൾ അടിച്ച പ്ലെയർ. അപ്പം ആ ഒരു പ്ലെയർ രാഹുൽ KP നിലവിൽ ഒഡീഷയിലേക്ക് പോയിരിക്കുകയാണ്. അതുകൂടാതെ ജോഷുവ സെറ്റീരിയോ 2023 സീസണിൽ എ ലീഗിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിൽ വന്നു. ട്രെയിനിങ്ങിന്റെ സമയത്ത് തന്നെ ഇഞ്ചുറി ആയി, സർജറി വന്നു. ഒരു മാച്ച് പോലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ പറ്റാത്ത ഒരു പ്ലെയർ ആയി മാറി ജോഷുവ സെറ്റീരിയോ. പിന്നെ പ്രബീർ ദാസ്, സൗരവ് മണ്ഡല്, 2 പ്ലേയേഴ്സും ലോണിലാണ് പോയിരിക്കുന്നത്. പ്രബീർ ദാസ് മുംബൈയിലേക്കാണെങ്കിൽ സൗരവ് GKFC ഐ ലീഗ് സൈഡ്. സോ ഔട്ട് ഗോയിങ്സ് ഒക്കെ നടക്കട്ടെ, ക്ലബ്ബ് വരുമാനം ഉണ്ടാക്കട്ടെ. പക്ഷെ നമുക്ക് ഇൻകമിങ്സ് എന്തായാലും വേണം, നല്ല സൈനിങ്സ് എന്തായാലും വേണം, നല്ല ഇന്ത്യൻ സൈനിങ്സ് വേണം. DMF പൊസിഷൻ ആയാലും RB LB പൊസിഷൻ ആയാലും ഒക്കെ നമുക്ക് പ്ലേയേഴ്സ് വേണം. സോ മാനേജ്മെന്റ് കണ്ണു തുറക്കും, ഈ ഒരു വിൻഡോയിൽ മാക്സിമം പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ മഞ്ഞപ്പടയുടെ പ്രൊട്ടസ്റ്റ് ഇതിലും കഠിനമായ